ആദ്യം ഞാൻ പ്രതിപക്ഷ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എം.വി. ഗോവിന്ദന്റെ പ്രതികരണം കണ്ടല്ലോ. എം.വി. ഗോവിന്ദന്റെ പ്രതികരണം ആത്മവിശ്വാസം ഉയർന്നിട്ടുള്ള പ്രതികരണമാണ്. അത് നേരത്തെ എതിർത്തുന്ന സമുദായ നേതാവിൽ നിന്നുള്ള പിന്തുണ ഒരു പ്രധാനമാണ്. NSS ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. വെള്ളാപ്പള്ളി നടേശനാകട്ടെ പല ഘട്ടങ്ങളിലും ആ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ ചേർത്ത് പിടിച്ചതും കണ്ടു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സമുദായ നേതാക്കളിൽ നിന്നുള്ള പിന്തുണ ഇടത് സർക്കാർ ഉറപ്പിക്കുകയാണ്. എന്താണ് പ്രതിപക്ഷത്തിന്റെ പ്ലാൻ? സാമുദായിക നേതാക്കളുടെ പ്രതികരണം, പ്രത്യേകിച്ച് NSSന്റെ പ്രതികരണം വ്യക്തമായി തന്നെ പറഞ്ഞു, ഇഷ്യൂ ബേസ്ഡ് ആണ്. ഒരു പർട്ടിക്കുലർ ഇഷ്യൂവിൽ NSSന് ഗവൺമെന്റ് എടുത്ത നിലപാടിനോട് അനുകൂലമായ നിലപാടുണ്ട് എന്നാണ് പറഞ്ഞത്. വേറെ സമദൂരം അതുപോലെ തന്നെ തുടരും രാഷ്ട്രീയമായി എന്ന് പറയുകയും ചെയ്തു. എന്നാൽ NSS അനുകൂലമാണ് എന്ന് പറഞ്ഞ ആ വിഷയത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിലാണ്. ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ആ വിഷയം നമ്മൾ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്ത്രീകളുടെ വിഷയത്തിൽ എപ്പോഴും സ്ത്രീകൾക്ക് പാരിറ്റി ഉണ്ടാകണമെന്ന കാര്യത്തിലൊന്നും തർക്കമില്ല. വിശ്വാസപരമായ കാര്യങ്ങളിൽ അതാത് വിശ്വാസ പ്രമാണങ്ങൾ പാലിക്കപ്പെടണം. അതിന്റെ മേൽ തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. കോടതി വിധി വന്നാൽ കോടതി വിധിയിൽ റിവ്യൂ കൊടുത്ത് കറക്റ്റ് ചെയ്യാനുള്ള നടപടി നോക്കണം. ജനങ്ങളുടെ വിശ്വാസങ്ങളെ ബാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അന്ന് നടന്ന സമരങ്ങളിലൊക്കെ തന്നെ UDF പൂർണ്ണമായും അതിനോട് യോജിച്ചും സമരം നടത്തി മുന്നോട്ട് പോയി. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് പൂർണ്ണമായ പിന്തുണ കൊടുക്കുന്നു. ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല. ആ സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ, കേസുകൾ എടുക്കപ്പെട്ട ആളുകൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ആ കേസുമായി ബന്ധപ്പെട്ട്, ആ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് വിശ്വാസികൾക്കെതിരാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. ആ വിഷയത്തിൽ അന്ന് ഞങ്ങൾ എടുത്ത നിലപാട്, ഐക്യനാഥത്വം എടുത്ത നിലപാട് ഇന്നും തുടരുന്നു. അതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് മാത്രം ആ പറഞ്ഞ നിലപാടിനോട് മാത്രം ഞങ്ങൾ വിയോജിക്കുന്നു. NSS എന്ന് പറയുന്നത് ഒരു സാമുദായിക സംഘടനയാണ്. സാമുദായിക സംഘടനകളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ സമുദായത്തിന് പൊതുവായി ഉണ്ടാകുന്ന വിഷയങ്ങളിൽ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുക, ആ പ്രശ്നങ്ങളിൽ അവർക്ക് അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കപ്പെടുന്നു, അത് നേടിയെടുക്കുക എന്നതൊക്കെയാണ് അതിനകത്തുള്ള ലക്ഷ്യങ്ങൾ. പക്ഷേ ഞങ്ങൾ ഊന്നൽ കൊടുക്കുന്നത് അത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ സമുദായങ്ങളുടെയും പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവർക്ക് അവകാശപ്പെട്ടതെല്ലാം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന സർക്കാരുകളെ ലീഡ് ചെയ്തിട്ടുള്ള മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി. അതെല്ലാ കാലത്തും അവർക്കെല്ലാം അതിനെക്കുറിച്ച് ബോധ്യവുമുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റിനെ ഞങ്ങൾ വേറൊരു തരത്തിലാണ് കാണുന്നത്. അത് ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും യോജിക്കാനേ പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം അത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആണ്. തീർച്ചയായും ലീഗിന് അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ടെന്നുള്ള കാര്യം സമ്മതിക്കുകയാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. പക്ഷേ നിങ്ങളുടെ ചേരുവ അതായിരുന്നല്ലോ ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട്, അതോടൊപ്പം നായർ വോട്ട്. അത് ഉറച്ച് UDFനൊപ്പം നിന്നിരുന്നതാണ്. ഈ സമദൂരവും ശരിദൂരവും പറയുമ്പോഴും അത് എല്ലാ കാലത്തും UDFനൊപ്പമാണ് നിന്നിട്ടുള്ളത്. അത് ചരിത്രപരമായി നോക്കുകയാണെങ്കിലും ആ രൂപത്തിൽ തന്നെയാണ് നിന്നിട്ടുള്ളത്. ചില ഘട്ടങ്ങളിൽ UDFനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ എതിർത്ത ഘട്ടത്തിൽ അന്ന് NSSന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് മന്ത്രിസഭയിൽ വന്നപ്പോഴും ലീഗ് CH മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴാണല്ലോ മന്ത്രിസഭയിൽ NSS ഭാഗമാകുന്നത്. അപ്പോൾ ആ തരത്തിൽ നിങ്ങളുമായി അഭേദ്യമായി ബന്ധമുണ്ടായിരുന്ന സമുദായമാണ്. പക്ഷേ ഇപ്പോൾ പൂർണ്ണമായും അങ്ങ് പറയുന്നത് പോലെ ഇഷ്യൂ ബേസ്ഡ് ആണെന്ന് പറയുമ്പോഴും അപ്പുറത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, കോൺഗ്രസിൻ്റേത് കള്ളത്തരമാണ് എന്ന്. അങ്ങനെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കോൺഗ്രസിൻ്റേത് കള്ളത്തരമാണ് എന്ന് പറയുന്നുണ്ട്. അതിൽ BJPയുടെ നിലപാടിനെയും ആ രൂപത്തിൽ തന്നെ വിമർശിക്കുന്നു. അപ്പോൾ ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രമായിട്ടാണ് പിന്തുണ എന്നെങ്ങനെയാണ് നിങ്ങൾ കരുതുക? ഇനി അതിനുശേഷം കോൺഗ്രസിലെ ചില നേതാക്കൾ, PJ കുര്യൻ, തിരുവഞ്ചൂർ, കൊടിക്കുന്നിൽ തുടങ്ങിയ നേതാക്കൾ അദ്ദേഹത്തെ പോയി കണ്ടിട്ടുണ്ട്. അതൊരു സൗഹൃദത്തിന്റെ കൂടിക്കാഴ്ച മാത്രമാണ് എന്ന് വിലയിരുത്തുകയാണ് സുമാരൻ നായർ. അതായത് ഇങ്ങനെ വന്ന് കണ്ടിട്ട് കാര്യമില്ല. ആ മെസ്സേജ് വളരെ ക്ലിയർ ആണ്. നിങ്ങൾക്ക് ഈ 9 വർഷം എന്ന് പറയുമ്പോൾ തുടർഭരണം, ആ തുടർഭരണത്തിലുണ്ടാകിൽ സ്വാഭാവികമായി ഉണ്ടാകേണ്ട മടുപ്പ് അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ വിമർശനങ്ങൾ, അതൊന്നും നിങ്ങൾക്കൊപ്പം നിന്നിരുന്ന ഒരു പ്രബല സമുദായത്തിനില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഒരു പോരായ്മയായി വിലയിരുത്തുന്നുണ്ടോ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ? എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെയൊരു സ്വയം വിമർശനം ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ടോ? അല്ല, സാമുദായികമായ ഇഷ്യൂവില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ കോൺഗ്രസ് വിശ്വസിക്കാൻ പറ്റില്ല പറഞ്ഞ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമല യുവതി പ്രശ്നമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അതിനകത്ത് ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം നടത്തുന്നതിന്റെ ഉത്തരവ് വന്നതിന് ശേഷം പരമായി സ്ത്രീകളെ ശബരിമലയിൽ കയറ്റാൻ ഇടത് സർക്കാർ ശ്രമിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ പൊതുസമൂഹത്തിൽ തർക്കമൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട് ഐക്യജനാധിപത്യ മുന്നണി സമരത്തിലുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നുള്ള തർക്കമില്ല. ആ കേസുകളിൽ പ്രതിയായിരിക്കുന്ന ആളുകൾ ഇപ്പോഴും പ്രതിയായി തുടരുന്നുണ്ടെന്നുള്ള തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് വിശ്വാസികൾക്കെതിരായിട്ടാണ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്, തർക്കമില്ല. പിന്നെ എവിടെയാണ് അതിനകത്ത് ഐക്യജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ കോൺഗ്രസ് തെറ്റായി ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് ഞങ്ങൾ സംസാരിച്ച് അത് കറക്റ്റ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ, ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം സ്മൃതി, ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ ഇലക്ഷന്റെ പ്ലാങ്ക് എന്ന് പറയുന്നത് സാമുദായിക വിഷയം. ഞാനൊരു സമുദായത്തിലെ അംഗമാണ്, ഒരുപക്ഷെ ഇവിടേക്കുന്ന ഓരോ പാനലിസ്റ്റുകളും ഏതെങ്കിലും ഒരു സമുദായത്തിലെ അംഗമായിരിക്കും. ആ സമുദായത്തിന്റെ വിഷയങ്ങളൊക്കെ ചില വിഷയങ്ങളിൽ നമുക്കൊക്കെ കൺസേൺ ഉള്ള പ്രശ്നം തന്നെയാണ്. ആ സമുദായത്തിലെ അംഗമെന്ന നിലയ്ക്ക് ഒരു പക്ഷേ കൺസേൺ ഉണ്ടാവും. പക്ഷെ നമ്മുടെ പ്രൈമറി കൺസേൺ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, വ്യക്തികൾ എന്ന നിലയ്ക്ക്, വോട്ടർമാർ എന്നുള്ള നിലയ്ക്ക്, ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവരുടെ പ്രൈമറി കൺസേൺ ആയിട്ട് വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഐക്യജനാധിപത്യ മുന്നണി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ജനങ്ങളുടെ വിഷയങ്ങളിലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ അക്യൂട്ട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഇവിടെ തകർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. പോലീസ് അട്രോസിറ്റി നിൽക്കുന്നു, പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല പെൻഷനെയൊക്കെ ഉപയോഗിക്കുന്നത് എലക്ഷൻ ടൂളായിട്ട് മാത്രമായി മാറുന്നു എന്നത് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല. ഏറ്റവും ഭയങ്കരമായ അൺഎംപ്ലോയ്മെന്റിന്റെ പീക്കില് ബാക്ക്ഡോർ അപ്പോയിന്റ്മെന്റ് നടത്തുന്നു എന്ന് പറയുന്ന നെപ്പോട്ടിസം അപ്പോയിന്റ്മെന്റ് നടത്തുന്നു എന്ന് വേണ്ട കറപ്ഷൻ, എക്സാലോജിക്കിന്റെ കറപ്ഷൻ ആയാലും ശരി, മറ്റേത് കറപ്ഷൻ വാർത്താ സമ്മേളനം വിളിച്ച് ഈ കാര്യങ്ങൾ പറയുക എന്നതിൽ ഒതുങ്ങുന്നു പ്രതിപക്ഷത്തിന്റെ ചുമതല, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അത് പറയട്ടെ സ്മൃതി, ഞാൻ പറഞ്ഞു തീർക്കാം. ഇപ്പൊ ഞാൻ പറയാം, ഈ വൈൽഡ് ലൈഫ് അറ്റാക്സ് ആയാലും ബഫർ സോൺസ് ആയാലും കോസ്റ്റൽ ഇഷ്യൂസ്, എല്ലാ ഇഷ്യൂസും ഞങ്ങൾ എടുക്കുമ്പോൾ ഇത് ജനങ്ങളെ ഡയറക്ട്ലി അഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ്. എല്ലാ ദിവസവും ഡേ ടു ഡേ അഫക്ട് ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണ് ഞങ്ങൾ ടേക്കപ്പ് ചെയ്യുന്നത്. അവർക്ക് ബോധ്യമുള്ള വിഷയങ്ങളാണ്. ആ വിഷയങ്ങളിൽ നിന്നും ഡൈവേർട്ട് ചെയ്തുകൊണ്ട് ആ വിഷയങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടിയില്ല എന്ന പ്രഖ്യാപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് CPM-ന്റെ പാർട്ടി സെക്രട്ടറിക്ക് ഇതിലൊന്നും മറുപടിയില്ല. ജനങ്ങളുടെ മുഖത്ത് നോക്കി മറുപടി പറയാൻ സാധിക്കാത്ത വിഷയം വരുമ്പോൾ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ നടത്തുന്ന ടാക്ടിക്സ് കേന്ദ്രത്തിലെ BJP സർക്കാർ, ഒന്നുകൂടെ പറഞ്ഞോട്ടെ, NDA സർക്കാർ യഥാർത്ഥ ഇഷ്യൂവിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മതപരമായ ഇഷ്യൂവിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് തുല്യമായ പ്രവർത്തനം നടത്തുന്നു എന്നതാണ്. ജനങ്ങൾ ഇത് തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഞങ്ങളുടെ കോൺഫിഡൻസ് അതാണ്. ജനങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചറിയാൻ കഴിയുമെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്ക്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.